ഫസ്റ്റ് ഞാൻ ചോദിക്കാം, ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇത് ആദ്യമായിട്ടാണ്? ഞാൻ ഇന്റർവ്യൂ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മുന്നേ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഔട്ട്ഡോർ ആയിരുന്നു. അത് ഞങ്ങളൊരു എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അതൊരു ആൽബം ഷൂട്ട് ചെയ്തതിന്റെ. ഏതായിരുന്നു ആൽബം? അത് ഭയങ്കര ഹിറ്റാണ്. മറ്റേ അത് മറ്റേതാണ് വയർലെസ് സോങ് ആണ്, തിങ്കളാഴ്ച പാട്ട്. രണ്ടു വരികൾ പാടാം. അയ്യോ സോറി, ഞാൻ മറന്നിക്കണ്. ഇല്ല, 2 വരികൾ. അല്ല, അത് ഇന്ന് കണ്ട അങ്ങനല്ലേ? എനിക്കറിയില്ലതേ. അന്ന് കണ്ട അത് ഒരുപാട് പാടി, അത് പിന്നെ കണ്ടത് ചൊവ്വാഴ്ച. അതെങ്ങനെ വൈറലായത് എങ്ങനെയാണ്? അത് ഞങ്ങൾ ദീപ്തി കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ജെൻഡർ, അപ്പോൾ ഗുരുവായൂരിലാണ്. അപ്പോൾ ഓളെ വെച്ചിട്ട് സോങ് ഒരു ആൽബം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ നേരത്തെ ഷൂട്ട് കഴിഞ്ഞു, ഒരു വൈകുന്നേരം ഒരു 4-4:30 കൂടിയിട്ട് ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ DOP ചെയ്തിരുന്നത്. ഷാനിഫ് അയിരൂരാണ് ആൽബത്തിൻ്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷാനിഫ് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു, ഒരു വൈറൽ സോങ് ഉണ്ട്, അത് സാധനം കയറി പൊട്ടും, നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ചെയ്യാവുന്ന സംഭവമുള്ളൂ, ചെയ്താലോ ചോദിച്ചു. അപ്പം എന്നാൽ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഷൂട്ട്. അത് കയറിയാണ്ട് പൊട്ടി. പിന്നെ ഫുള്ള് മറ്റേ വൈറലായി, പിന്നെ പത്രക്കാര് മറ്റേ അത്യാവശ്യം അങ്ങനെ അയപ്പ് പറ്റി. പിന്നെ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അല്ലടാ, അല്ല, ഞാൻ അനീഷിനോട്, അനീഷ് ഇപ്പോൾ അബുദാബിയിലാണുള്ളത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഫീൽഡാണ്. പിന്നെ നമ്മളൊരു വർക്കിനാണ് കണ്ടുമുട്ടിയത്. ഏത് വർക്കിനാണ് കണ്ടുമുട്ടിയത്? അത് നമ്മൾ മറ്റേ ഇവിടെ മറ്റേ ടോളറൻസിൽ മുസ്തഫാനായിട്ട് വന്നിട്ട് ആ വർക്കിനാണ്, അനസിൻ്റെ വർക്ക് വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുമുട്ടിയത്. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തന്നിട്ടുള്ളത്. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് ആരെയും എൻ്റെ ഫ്രണ്ട് സർക്കിൾ കൊണ്ടുവരില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഇതാണ്. ഫ്രണ്ട്സ് ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും, പക്ഷേ എനിക്ക് അത് കീപ്പ് ചെയ്യാൻ അറിയില്ല. ഞാൻ കുറച്ച് പേരെ മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയുന്ന, പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അറിയുന്ന കുറേ നല്ല ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം അവർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്നേഹവും ആ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റും, അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ സംസാരിക്കും. കാരണം നമ്മളിപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ നേരെ ഒരാൾ ലണ്ടൻ, ഒരാൾ UK, ഒരാൾ ദുബായ്, എല്ലാം വർക്ക് റിലേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പലർക്കും ഫാമിലി പ്രോബ്ലംസ്, വർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വിളിക്കാൻ ടൈം കിട്ടില്ല. അത് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ചിലരങ്ങനെയല്ല, ചിലർ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യും. ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കത തോന്നി. സത്യം, നിഷ്കളങ്കത മാത്രമല്ല, അതിലെനിക്കൊരു എന്താ പറയുക, അന്ന് നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ പിന്നീട് നമ്മൾ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല, കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിലോട്ട് വന്നത്. ആ ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരാളായിട്ട് ഞാൻ സംസാരിച്ച് അങ്ങോട്ട് പോയി സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, കുറേ അങ്ങനെയൊന്നുമില്ല. പതുക്കെ എന്നെ മനസ്സിലാക്കും, അതേപോലെ ഞാൻ അയാളെ മനസ്സിലാക്കും. അങ്ങനെ വരുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ പക്ഷേ ഓപ്പോസിറ്റ്. നീ പെട്ടെന്ന് ഫ്രണ്ട് ആവും, പെട്ടെന്ന് പോയി സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും. അതാണ് ഇടയ്ക്കൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് അതാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ കോണ്ടാക്ട്സും കാര്യങ്ങളും. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാത്തല്ല, എനിക്കത് മെസ്സേജ് അയക്കുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഞാനിങ്ങനെ മെസ്സേജ് അങ്ങനെ മാത്രമല്ല പല രീതിയിൽ ഞാൻ ചിന്തിക്കില്ല. ഞാനിപ്പോൾ ഫ്രീലാൻസ് ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് കീപ്പ് ചെയ്ത് പോകണം. കാരണം എപ്പോഴും നമ്മൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഓർമ്മയിൽ നമ്മൾ വേണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മെസ്സേജും അത് നല്ല കാര്യമാണ്, ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ചിലരുടെ ക്യാരക്ടറിൽ അത് പോസിബിൾ ആവില്ല. അപ്പോൾ നീ ചോദിച്ചു വന്ന കാര്യം മറന്നുപോയി. അതല്ല ഓക്കെ. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട്സിനെ നീ എങ്ങനെയാണ് കാണുന്നത്, അവരെങ്ങനെയാണ് കാണുന്നത്? ഈ ഫ്രണ്ട്സ് ഇപ്പം എക്സാമ്പിൾ
ഈ ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ ഒരാളും ശത്രുക്കളായിട്ട് എനിക്കില്ല. ഞാനത് കീപ്പ് ചെയ്യാറില്ല. കാരണം നമ്മൾ ശത്രുത കാണിക്കൽ, പകരം വീട്ടൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. നിൻ്റെ വൈബിൽ എങ്ങനെയാണ്? ആരെങ്കിലും നിന്നെ ചതിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ടോ? അതേപോലെ ഫ്രണ്ട്സിനെ നിനക്ക് അത്രയും സ്നേഹിച്ച് അല്ല അത്രയും കൂടെ നിന്ന് ആരെങ്കിലും നിന്നെ ഒഴിവാക്കി പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. ഉം. ഒരുപാട് നമ്മളോട് അടുത്ത് പെരുമാറി നമ്മളെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചുണ്ടാവുമ്പോൾ പെട്ടെന്ന് ആളെ മിസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഇടയ്ക്ക് വിളിക്കും, നമ്മളെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ ഇടയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് ചിലപ്പം ഇപ്പം എക്സാമ്പിൾ കുറേ കാലം ഒരു റൂമിൽ താമസിക്കുന്ന ഒരാൾ, അതെ അല്ലെങ്കിൽ അതേപോലെ കുറേ കാലം നമ്മളെ കൂടെ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കൊരു ചിന്ത വരും, എന്തുകൊണ്ടാണ് അവന് പോയത്? ഒരു റീസൺ ഇല്ല. അപ്പം നോർമൽ ഒരു ലവ് സ്റ്റോറി, ലവ് ചെയ്തിരിക്കുന്ന ഒരാൾ, രണ്ടുപേരും ഭയങ്കര ലവ് ആയിരുന്നു, പെട്ടെന്ന് ഒരാൾ മാത്രം ഒന്നും പറയാതെ ഒരു മുങ്ങിലുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവൻ യൂസിന് വേണ്ടിയിട്ടായിരിക്കും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ യൂസിന് വേണ്ടിയിട്ടായിരിക്കും അത്രയും നാൾ നിന്നത്. അല്ലെങ്കിൽ അവന് തുറന്ന് പറയാം, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഈ പറയാതെ മുങ്ങുന്നവരെന്ന് പറഞ്ഞാൽ യൂസ് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ഒരു അവന്റെ കാര്യം നടക്കേണ്ടത് നടന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ളവരാണ് ഇപ്പം അങ്ങനെയുള്ളൊരു ടോപ്പിക്കിലോട്ട് വരുന്നത്. നീ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും പറയാതെ മിസ്സാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഫീൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മള് അല്ല, ചിലവരെ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം, എന്തെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം, അങ്ങനെ ആയിട്ടും ചിലപ്പോൾ അത് ശരിക്കും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അതിൽ വല്ല തെറ്റിദ്ധാരണ മാറ്റണം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാറ്. ഫ്രണ്ട്ഷിപ്പും പിന്നെ പ്രണയവും കാര്യങ്ങളിലൊന്നും പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ സ്ട്രെസ് എടുക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത്? പക്ഷേ നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഒരു വലിയൊരു കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ പ്രവാസികളാണ്. നാട്ടിൽ നമ്മൾ ചിലപ്പോൾ ഒരു മാസം 10 ദിവസം ഇതിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട്സ്. ഇപ്പം അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക് അവിടെ? എനിക്കുണ്ട്. എന്നാൽ എനിക്കില്ല. അവിടെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് എൻ്റെ ഒരു അവിടെ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഷജീർ എന്ന പേര്, അവനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഷജീർ ഇപ്പോൾ നാട്ടിൽ ചെന്നാലും ഒക്കെ എല്ലാത്തിനും കൂടെ. ഇപ്പം കാരണം നമ്മളാകെ 10 ദിവസം പോകുള്ളൂ. ആ ടൈമിൽ നമ്മുടെ കൂടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ വരുന്നതിന് പകരം ഫ്രണ്ട്സിൻ്റെ അത് ഞാനിപ്പം ഈ അടുത്തൊരു ട്രിപ്പ് പോയി കണ്ണൂർക്ക്. അത് എനിക്ക് എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളില്ല. കാരണം എല്ലാവരും ഒരേ ഏജ്ഡ് ആയതുകൊണ്ട് പല ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായി. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കുറച്ച് സ്ട്രെസ്സൊക്കെ അടിച്ചപ്പോൾ ഞാൻ നേരെ താക്ക വന്നോളൂ ഞങ്ങളുടെ ചെറിയ മീറ്റിംഗ് ഇന്റർവ്യൂ ആണ്, കണ്ടില്ലേ? അങ്ങോട്ടും ഇന്റർവ്യൂ എടുക്കുക, വെറുതെ താക്കം ഇന്റർവ്യൂ കാണണൊക്കെ ഉണ്ടോട്ടാ. അപ്പോൾ പറഞ്ഞു ഞാനിപ്പം ഈ അടുത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, കാരണം നമ്മളെ വർക്കിന്റെ പ്രഷർ അറിയുന്ന നിനക്ക്. അതായത് എല്ലാവരും ഒരു വിചാരമുണ്ട്, ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആരെങ്കിലും പറയും എടാ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, എടാ ഒരു ചെറിയ വർക്ക്, എടാ ഒരു ചെറിയൊരു ഫേവർ, ഈ ഫോട്ടോ ഒന്ന് കളർ ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഒന്ന് മറ്റേ എഡിറ്റ് ചെയ്ത് തരുമോ, വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ പറയും. നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ നമ്മൾ മൊത്തത്തിലൊരു വർക്ക് തരാണെങ്കിൽ പോലും അവർ ഒരു ക്ലയൻറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആകെ 2 മണിക്കൂറിൻ്റെ പണിയുള്ളൂ, അല്ലെങ്കിൽ ആകെ 1 മണിക്കൂർ അരമണിക്കൂർ കഷ്ടപ്പെട്ടാൽ മതി. കാരണം നമ്മൾ ആ അരമണിക്കൂർ എന്ന് അയാൾ പറയും, ക്ലയൻറ്റ് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ അരമണിക്കൂറിന് വേണ്ടിയിട്ട് ദുബായിക്ക് പോകണം. അബുദാബിയും ദുബായിക്ക് പോകുമ്പോൾ എത്ര മണിക്കൂറുണ്ട്? 1-2 മണിക്കൂർ. നമ്മൾ ടാക്സിക്കാണെന്നുണ്ടെങ്കിൽ കാറിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം വരും. അവിടെ നിന്നിട്ട് എത്ര മണിക്കൂറുണ്ട്? സെയിം. നമ്മൾ അവിടെ പോയിട്ട് ഈ അരമണിക്കൂർ, അയാൾ കറക്റ്റ് അരമണിക്കൂറാണ് പറഞ്ഞാൽ അരമണിക്കൂറിൽ നമുക്ക് എത്ര ഫോട്ടോസ് എടുക്കാൻ പറ്റും? അരമണിക്കൂറിൽ വർക്ക് തീരും? അതൊരിക്കലും തീരില്ല. കാരണം അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ, നമ്മൾ ക്യാമറ സെറ്റാക്കി അതെടുത്ത് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് കറക്റ്റ് ഷോട്ട് കിട്ടിയില്ല, അവർക്ക് ഇന്ന ഷോട്ട് വേണം, അവരാണെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ആ സ്ക്രിപ്റ്റ് അവർ കുറേ തവണ മാറ്റണം മാത്രമല്ല, ഒരു അഭിനയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരും. അപ്പോൾ അതങ്ങനെ നിന്ന് ചിലപ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂർ എന്തായാലും. എന്നിട്ട് അവർ പറഞ്ഞ അരമണിക്കൂറിൻ്റെ പണിയുള്ളൂ, നിങ്ങൾക്ക് മറ്റേ നമ്മളൊരു റേറ്റ് പറയും,
നമ്മൾ പ്രതീക്ഷിക്കുന്ന 1/2 മണിക്കൂറിന്റെ റേറ്റ് നമ്മൾ പറയാം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പണിയായിരിക്കും. അരമണിക്കൂറിന്റെ വർക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2-2.5 മണിക്കൂർ എന്തായാലും വർക്ക് എന്തായാലും എന്തായാലും ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു എഡിറ്റിങ്ങിന് എത്ര ടൈം നീ സ്പെൻഡ് ചെയ്യും? എഡിറ്റിങ്ങിന് ഇവിടെ 1/2 മണിക്കൂറിന് പകരം നമ്മൾ 2 ദിവസം എഡിറ്റിങ്ങിന് ഒരു ഹൈലൈറ്റിന് മേലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ലെവലിൽ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിന്റെ ഒരു വീഡിയോ ഇറക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ദിവസമെങ്കിലും നമ്മൾ അതിന്റെ മേലെ ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സോങ് അവിടെ നമ്മൾ സോങ് സെലക്ട് ചെയ്യാൻ പറയാം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് കിട്ടുമെന്ന് പറയും. പിന്നെ കറപ്ഷൻ. നമ്മൾ ആ സോങ് കണ്ടെത്താൻ എത്ര ടൈം എടുക്കും? സോങ് കണ്ടെത്താൻ നമ്മൾ ആലോചിച്ച് നമ്മൾ തലമുണ്ടാക്കി അതുമായിട്ട് മാച്ച് ആവണ്ടേ, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കണ്ടേ ക്ലൈൻറ്റിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ കട്ടിങ്, നമ്മൾ 1000 വീഡിയോ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 600 വീഡിയോ എടുത്തിട്ടുണ്ടാവും ഒരു ഹൈലൈറ്റിൽ. അതിന് ഓരോ ബീറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് പിന്നെ കളർ ചെയ്ത് പിന്നെ ഇൻട്രോ. ഫസ്റ്റ് കാണുമ്പോൾ ഏതൊരു ക്ലയൻറ്റിനും ആദ്യം കാണുമ്പോൾ ഒരു ഇംപ്രഷൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കാണുള്ളൂ. അതുപോലെ എൻഡിങ്ങിൽ നിർത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭ്രാന്താവും. എന്നിട്ട് അത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ മൈൻഡിൻ്റെ ഔട്ട് കൊടുത്തു. കാരണം പല മൈൻഡും ഇപ്പം എൻ്റെ മൈൻഡ് പോലെ ആവില്ല ക്ലയൻറ്റിൻ്റെ മൈൻഡ്. നമ്മൾ ഔട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആ സോങ് ഒന്ന് മാറ്റുക. കാരണം നമ്മൾ ചിന്തിച്ച് നോക്ക്, ഒരിക്കലും നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത്രയും നമ്മൾ ബീറ്റിന് കട്ട് ചെയ്തിട്ട് സോങ് മാറ്റുമ്പോൾ അതിൻ്റെ ബീറ്റ് മൊത്തം മാറും. പിന്നെ ചില ആൾക്കാർ പറയും ഇന്ന ആളതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കൂ, ഇന്ന ആൾ ഒഴിവാക്കൂ. അതുപോലെ എൻ്റെ ഫോട്ടോ അതിൽ വന്നിട്ടില്ല, എൻ്റെ വീഡിയോ അതിൽ വന്നിട്ടില്ല. കാരണം ഇവരൊന്നും ക്ലൈൻറ്റ് നമ്മൾ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവർ നിൽക്കില്ല, നമ്മൾ ബാക്കിൽ പോയിട്ട് എടുക്കണം. ചിലർക്ക് നമുക്ക് കിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നമില്ല. എന്നിട്ടും അവർ ചെയ്യുന്നൊരു കാര്യമാണ് പേയ്മെൻറ്റിൻ്റെ ചോദിക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ പണി. എന്ത് സിമ്പിളായിട്ടാണ് പറയണത്. ഒരുപാട് കേട്ടിരിക്കുന്നു. അത് നമ്മളെന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം ഞാൻ കുറേയൊക്കെ ചെയ്തെടുക്കുന്നു. ഇപ്പം ഞാൻ കറക്റ്റിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും പറയും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറില്ല. അതാ നല്ലത്. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ വർക്ക് പരമാവധി നമ്മൾ നന്നാക്കി കൊടുത്തതിന് ശേഷം സോങ് നമ്മൾ ചോദിക്കും അവരോട്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത്. പിന്നെ കറപ്ഷൻ വരുന്നുണ്ടല്ലോ, അതിന് അത് പൊളിച്ച് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യണ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ പോലെയല്ല, അത് രണ്ടാമത് കറപ്ഷൻ വന്ന് ചെയ്യുമ്പോൾ ഫുള്ള് പൊളിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. ഒരു വീടുണ്ടാക്കുന്ന പണി പോലത്തെ. അതെ, നമ്മൾ പുതിയ വീട് പണിയാൻ സുഖമാണ്. ഉള്ള വീട് നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ അത് പകുതി പൊളിച്ച് പണിയുമ്പോൾ അതിന് എക്സ്ട്രാ പണി കൂടുതലാണ്, പൊളിക്കേണ്ട കൂടുതലാണ്. പൊളിക്കേണ്ട പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലേ. അടുത്ത ടോപ്പിക്. പിന്നെ ഓക്കെ, നിന്റെ മാരേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു? മാരേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഹാപ്പി ആയിരുന്നു? ഓക്കെ, നിന്റെ ആ ടൈമില് മൊബൈലും കാര്യങ്ങളൊക്കെ ഏതായിരുന്നു? കല്യാണത്തിന്റെ ടൈമില് മൊബൈല് സാംസങ്ങിന്റെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ എൻ്റെ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 11 വർഷം. കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല അടിപൊളി ലൈഫായിരുന്നു. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ യുഎയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോയി അവിടെ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. നീ സ്വർഗത്തിലാടാ. നമ്മളിതിൽ ഇസ്ലാമിൽ പറയുന്നുണ്ട് 3 പെൺകുട്ടികളെ വാപ്പായി കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വർഗത്തിലാണ്. അവനാ 3 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ 3 പെൺകുട്ടികളെ നോക്കി സ്വർഗത്തിലാണ്. പിന്നെ എന്ത് വേണം നിനക്ക്? ഇല്ല, ഞാൻ അതിൽ ഹാപ്പിയാണ്. എൻ്റെ 3 മക്കള് മതി. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് 3 മക്കള് ആയി ഏകദേശം ഒരു 10 വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു ഞാൻ. പിന്നെയാണ് ഇപ്പോൾ 3ാമത്തെ ആൾക്ക് 3 വയസ്സാകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, വീണ്ടും വരുന്നത്. എന്നാലും ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഓടിപ്പോകും മക്കളെ കാണാൻ വേണ്ടി. 2-3 മാസത്തിന് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, മക്കളെ കാണണം. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അറിയാലോ, എൻ്റെ സിറ്റുവേഷൻ വളരെ ട്രാജഡി ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഡീപ്പ് സ്റ്റോറീസാണ്. അപ്പം അത് നമ്മൾ വേറൊരു ചോദിക്കുന്നില്ല, അത് നമുക്ക് വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആവശ്യമുണ്ട് എനിക്ക്. അതിപ്പോൾ ടോക്ക് എനിക്ക് വേണം. ശരിക്കും നമ്മൾ
ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് തന്നെ പറയണം. നമ്മളെ കാര്യം കറക്റ്റ് ചെയ്യണ്ടേ. അതത്രേ ഉള്ളൂ. ആ ലെവലിൽ നമുക്ക് ഒരു ദിവസം സംസാരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ A to Z ഇപ്പം എക്സാമ്പിൾ ഞാൻ ഈ കൂടുതൽ സംസാരിക്കാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോഴാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്, എന്തുകൊണ്ട് സംസാരിക്കുന്നത്? എൻ്റെ ഫാമിലിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി, എൻ്റെ കുടുംബത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി, എന്നെ അറിയുന്ന ഫ്രണ്ട്സ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ നീ സംസാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല, പറയാത്തത് കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഞാൻ എതിർക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അത് എതിർത്ത് തുടങ്ങിയപ്പം അതിനെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പം അത് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എൻ്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയൊരു ലൈഫ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക്, മറ്റുള്ളവർക്ക് അത് അറിയില്ല. മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞു വ്യക്തതയല്ലല്ലോ. പലതും പറയും. അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഒരു ഇതാണ്. പിന്നെ യാത്രകളെ കുറിച്ചിട്ട്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്? യാത്രകൾ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അങ്ങനെ യാത്രയൊക്കെ കുറവാണ്. പണ്ട് അറിയാലോ നമ്മളെ ബാല്യകാലം, ഫ്രണ്ട്ഷിപ്പ്, ആ ടൈമിൽ ഒരുപാട് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യം യാത്ര ചെയ്തിരുന്നില്ല. എനിക്ക് പണ്ട് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മൈൻഡ് മാറി തുടങ്ങിയപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ തോന്നി. കാരണം ഞാനൊരു യാത്ര ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ, അബുദാബി ടു കണ്ണൂർ. ആ കണ്ണൂർ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ സ്ഥലം മലപ്പുറമാണ്. ഞാൻ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് കണ്ണൂർക്ക് വിട്ടത്. നമ്മളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് ആക്കാം, ആളുടെ നാട്ടിലോട്ടാണ് പോയത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലോ ആരോടും പറയാതെ അവിടെ പോയി അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കുറച്ച് നീങ്ങുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല, കാരണം ഓരോരുത്തരും ഓരോ ജോബാണ്. പക്ഷെ താക്ക അവിടെ പോയപ്പോൾ താക്കന് അറിയാത്തതായിട്ടൊരു മനുഷ്യനില്ല. എല്ലാവരും താക്കനറിയാം. നാട്ടിലാണെങ്കിൽ വയസ്സായവർക്കും മറ്റേ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും താക്കനറിയാം. താക്കാണെന്നുണ്ടെങ്കിലോ പറയാൻ പറ്റുമെന്ന് അറിയില്ല, അമ്പല കമ്മിറ്റിയിലും ഉണ്ട്, പള്ളി കമ്മിറ്റിയിലും ഉണ്ട്. അത്രയും ഇതാണ് അവിടെ. അമ്പലയും പള്ളിയും എല്ലാം ഒരു നല്ലൊരു ആൾക്കാരും നല്ലൊരു ലൈഫും. കാരണം സ്ഥലത്തേക്കാൾ കൂടുതൽ നല്ല മനുഷ്യന്മാരെ കണ്ടു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കണ്ട് ഞാൻ ഒന്നാമത് ഞാൻ ഒരു മടിയുള്ള ആളാണ്. പക്ഷെ ഞാൻ അന്ന് പോയൊരു 5 ദിവസം കണ്ണൂർ നിന്നു, താക്കൻ്റെ വീട്ടിൽ നിന്നത്. പക്ഷെ നല്ല ഫുഡും കാര്യങ്ങളും, പിന്നെ താക്കാൻ്റെ എല്ലാ ഫാമിലിയിലും പോയി, താക്കാൻ്റെ കുറേ ഫ്രണ്ട്സിനായിട്ട് കൂട്ടുകൂടി. അതിൽ പല ആൾക്കാരുണ്ട്. മനു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുണ്ട്, ഭയങ്കര വൈബിൻ്റെ ആളാണ് മനു. പിന്നെ റെയിൽ എന്ന് പറഞ്ഞാൽ താക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചില ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എപ്പോഴും റെയിൽ നമ്മുടെ വണ്ടിയിൽ കൂടെ താക്കൻ്റെ എല്ലാ ആവശ്യത്തിനും ഉണ്ടാവും. അതുപോലെ ഒരു അനീഫ, പിന്നെ നമ്മളെ ജംഷീർക്ക, എല്ലാവരും ഞാൻ കണ്ടിരുന്നു അതിന്റെ വീഡിയോ. നിങ്ങള് മറ്റേ അത് കണ്ണൂരാണോ? കണ്ണൂരാണ് അല്ലേ? കണ്ണൂർ പാശ്നിക്കട അമ്പലല്ലേ, അതിന്റെ പൊന്നാനി. നീ തയ്യാറാനായിട്ട് നിന്റെ നാട്ടിലേക്ക് അത് ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് ട്രിപ്പൊക്കെ പോയി. പക്ഷെ അതിന് ശേഷം എനിക്കിപ്പം യാത്രകളോട് താല്പര്യം തുടങ്ങി. യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും പുതിയ ബന്ധങ്ങൾ, പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് ചിലപ്പം നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡൗൺ ആവും. പക്ഷേ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റിക്കവർ ആവും. അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ചില നടന്മാരൊക്കെ കുറേയൊക്കെ ഒരു സ്ട്രെസ്സിൽ വരുമ്പോൾ അവരൊറ്റയ്ക്ക് യാത്ര പോകും. യാത്രകൾ അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ കൂടുതലും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മക്കളെ വീട്ടിൽ അതത്ര ഉണ്ടോ. അതായത് അത് എൻ്റെ ഒപ്പയും അങ്ങനെ തന്നെ. കൂടുതലും അവർ ഒരു മാസത്തിനൊക്കെ ലീവിന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യും. കാരണം അവർക്ക് കിട്ടുന്ന ഒരു മാസം അവർ വരുന്നത് എന്തിനാ? അവരെ മക്കളെയും വൈഫിനെയും ഉപ്പാനെയും വീട്ടുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഈ കണ്ണൂരൊക്കെ വൈഫിൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ? അല്ല, പലർക്കും പല അഭിപ്രായമാണ്. നിന്റെ അഭിപ്രായം പറയും, അത് കേട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നമ്മളെ ഭാഗത്തുനിന്ന് പറയുമ്പോ അത് നീക്ക് താല്പര്യമില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ നാടും എൻ്റെ
വീട്ടുകാരനെ വിട്ടിട്ട് അപ്പുറത്ത് വൈഫിന്റെ അവിടെ നിൽക്കാൻ പോയി പറ്റില്ല. നിൽക്കാൻ പറ്റില്ല. പക്ഷെ തിരിച്ച് തിരിച്ച് ചിന്തിക്കുമ്പോൾ വൈഫിന് വൈഫിന് അതാവാം. അതാവാം. അപ്പൊ അത് പറഞ്ഞത് അത് പക്ഷെ നമ്മളെ അതെന്താന്ന് അറിയില്ല. അത് നമ്മളെ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മള് നിൽക്കുന്ന നാട് ഇപ്പം മലപ്പുറം, പക്ഷെ നമ്മളെ ഏരിയയിലും എൻ്റെ ഏരിയയിലും ഒരു സ്ഥലത്ത് ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അയ്യക്കൽ എന്ന് പറഞ്ഞിട്ട്. അവിടെയും അടിപൊളിയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇതാട്ടോ എൻ്റെ എക്സ്പീരിയൻസും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ള കുറേ വീടുകളിലും കുറേ ഇതിലും ഫുള്ള് അമ്മായിമ്മ പോര് പ്രശ്നങ്ങൾ അത് ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ അത് കുറവാണ്. കാരണം കണ്ണൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് പോയി നിൽക്കും, അവിടെ ഹസ്ബൻഡ് രാജാവാണ്. സംഭവം ഇതേപോലെ തന്നെ. അപ്പോൾ അപ്പുറത്തൊരു ഹസ്ബൻഡിൻ്റെ അല്ല ഭർത്താവിൻ്റെ ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങൾക്ക് വരുന്നത് അടുത്ത ഒരു ഇതാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതാണ്, ഹസ്ബൻഡ് ആയിരിക്കണം ആ വീട് നോക്കുന്നതും എല്ലാം. പിന്നെ പെണ്ണിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മായിമ്മപ്പോര് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവര് ഹാപ്പിയാണ്, വല്ലപ്പോഴും പോകുന്നു. അപ്പൊ ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അപ്പൊ എപ്പോഴും ഗസ്റ്റ് പോലെയാണ്. പിന്നെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫിന്റെ വീട്ടിൽ വന്നാൽ അവിടെ രാജാവാണ്. കാരണം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ഒരു അവിടുത്തെ കാർന്നൂരില്ലേ അതിന്റെ സ്ഥാനമായിരിക്കും. റെസ്പെക്റ്റും കാര്യങ്ങളും ഒരു ഹസ്ബൻഡിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ച് നമ്മുടെ നാട്ടിൽ ചിന്തിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടിൽ പോയി കേശേ അതൊരാണങ്ങനെ ഇങ്ങനെ പോയി നിൽക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് തോന്നില്ല. പക്ഷെ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്ന് ഉമ്മ മോളോട് പറയും നീ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യണം. ആ ഉമ്മക്ക് വേറെ മോനുണ്ടെന്നുണ്ടെങ്കിൽ ആ മോനോട് പറയും നീ വൈഫിനെ കൺട്രോൾ ചെയ്യണം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് നടക്കുന്നത്. അപ്പുറത്തുനിന്ന് പറയും നീ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യണം, നീ എൻ്റെ വൈഫിനെ കൺട്രോൾ ചെയ്യണം. അപ്പം അങ്ങനെ വരുന്ന ഫൈറ്റുകളാണ്. ഇവിടെ ആ സാധനം വരുന്നില്ല കണ്ണൂർ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തു. കണ്ണൂർ സപ്പോർട്ട് ചെയ്യാൻ കാരണം നമ്മൾ ലൈഫിലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രശ്നങ്ങളില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യന് ഒരു ആണായി കഴിഞ്ഞാൽ അവന് പ്രശ്നം വരുന്നത് അവൻ്റെ ഫാമിലിയാണ്. വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുക, വീട്ടുകാർ ഓളത് ചെയ്തിട്ടില്ല അപ്പോൾ ഓള് പറയും ഉമ്മ അത് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഭ്രാന്ത് കൂടും. പക്ഷെ ഇത് അപ്പുറത്തില്ല, അവിടുത്തെ പ്രശ്നം കുറവാണ് കണ്ണൂർ. അതൊക്കെ ഞാൻ കണ്ടൊരിതാട്ടാ. പിന്നെ അവിടെ ഭയങ്കര ഹാപ്പി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും വൈഫിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവർ ബഹുമാനം റെസ്പെക്റ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റെസ്പെക്റ്റ്, അത് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് തോന്നി അത് പക്ഷേ വേറെ ആൾ സംസാരിക്കുമ്പോൾ അവൻ്റേതായ തോട്ട്സിൽ അവനത് എൻ്റെ ഒരു അടുത്ത ഫാമിലിയിൽ നിന്നൊക്കെ ഇതുപോലെ കണ്ണൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അവന് അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് കൊടുക്കുന്നത്. അത് ഒരാണിൻ്റെ പവറാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവരുടെ കൾച്ചറാണ്. പല രീതിയിലും പല കൾച്ചറുണ്ട്. കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട്ടിൽ ജീവിക്കേണ്ട വരും. അങ്ങനെയാണ്. അടുത്തൊക്കെ നമ്മൾ കുറേ നേരം സംസാരിച്ചടാ.